Good morning, all. Good morning, ma'am. Good morning, ma'am. പേര് പറഞ്ഞോ കേട്ടോ. പേര് പറഞ്ഞോ കേട്ടോ. Good morning, ma'am. Good morning, friends. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു, മാം. സൈന ഞാൻ തൊട്ട് ഓഫ് ദി ഡേ പ്രിപ്പയർഡ് ആണെങ്കിൽ പറഞ്ഞോ കേട്ടോ. Today's thought: success is not final, failure is not fatal. It is the courage to continue that counts. I repeat, success is not final, failure is not fatal. It is the courage to continue that counts. With this thought, I invite all. With this thought, I invite our dearest Aparna ma'am and all my dear friends for today's class. Welcome, ma'am. വെൽക്കം ഓൾ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പോർഷനിൽ ഏതായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ. ഓർമ്മയില്ലേ? ഞാൻ അതിലൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു ആക്ടിവിറ്റി? താരേ സമീപ മൂവി കണ്ടിട്ട് അതിന്റെ ഒരു മനസ്സിലായ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മൂവി കണ്ടു എല്ലാവരും? ഒരാളെ കണ്ടിട്ടോ? ഒരാളെ കണ്ടു, ടീനെ കണ്ടു. സിനിമ കാണാൻ പറഞ്ഞിട്ട് പോലും മടി. പഠിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഒരു സിനിമ കണ്ടിട്ട് വരാനല്ലേ പറഞ്ഞേ. പഠിച്ചിട്ട് ആ കുട്ടികളെ നല്ലല്ലോ പറഞ്ഞേ. ബാക്കി ആരും കണ്ടില്ല? ഇല്ല. സോ നമ്മൾ വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗിന്റെ ഭാഗമായിട്ടൊരു ഫിലിം സ്റ്റഡിയാണ് നടത്തിയത്. അതിനെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് രേവതിയും പിന്നെ ആരാണ് ടീനയും പറഞ്ഞുതരും. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഞാനിങ്ങനെ എഴുതിയേക്കണം കുറച്ച്. 2007 പുറത്തിറങ്ങിയ അമീർ ഖാൻ പ്രൊഡ്യൂസറും ഡയറക്ഷനും ചെയ്ത സിനിമയാണ് താരേ സമീർ പർ. ഈ സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രത്തെ അമീർ ഖാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. 2008 നാഷണൽ ബെസ്റ്റ് മൂവിയാണിത്. ഡിസ്ലെക്സിയ ഡിസോർഡർ ബാധിച്ച മൂന്നാം ക്ലാസ്സുകാരനായ ഇഷാൻ എന്ന കുട്ടിയെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇഷാനിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. മറ്റു കുട്ടികളെ പോലെ വായിക്കാനുള്ള കഴിവ് ഇഷാനില്ല. റീഡിംഗ് ഡിസോർഡർ എന്നാണ് ഇതിന് പറയുന്നത്. ഇഷാന്റെ അച്ഛന്റെ കുടുംബവും സമൂഹത്തിൽ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ മൂവില്. ഈ ഇഷാന്റെ ഈ അവസ്ഥ മൂലം സമൂഹത്തിലുള്ള അവരുടെ നിലയും വിലയും നഷ്ടപ്പെടും എന്ന തോന്നലിൽ ഇവർ ഇഷാനെ
ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റുകയാണ്. ഓൾറെഡി ഈ ഡിസോർഡർ ബാധിച്ച ഇഷാൻ പിന്നീട് വിഷാദ രോഗത്തിലേക്ക് വഴിമാറുന്നു ഈ സിനിമയിൽ. പിന്നീട് ഇവിടേക്ക് പുതിയതായി ഒരു ടീച്ചർ വരുന്നു. ടീച്ചറും ഇഷാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇഷാൻ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച കുട്ടിയുടെ അഭിനയം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സപ്പോർട്ടിംഗ് ക്യാരക്ടർ ചെയ്ത മറ്റു കുട്ടികൾ ഇമോഷണൽ സീനെല്ലാം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. 120 മില്യണിൽ തുടങ്ങിയ സിനിമ 189 മില്യൺ രൂപയാണ് നേടിയത്. ഇതിലെ പാട്ടുകൾ, പ്രത്യേകിച്ച് ബമ്പം പോലെ എന്ന പാട്ട് വളരെ മനോഹരമായിരുന്നു. ഈ പാട്ടിൽ നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ശങ്കർ മഹാദേവന് ലഭിച്ചു. ഡിസ്നി TV റൈറ്റപ്പ് മേടിച്ച ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണിത്. ഈ സിനിമയും ഇഷാൻ എന്ന കുട്ടിക്ക് ഡിസ്നസിയ ഡിസോർഡർ എന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല, മാതാപിതാക്കൾക്ക് സാധിച്ചിരുന്നില്ല. ഈ സിനിമയിൽ അമീർ ഖാൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രമാണ് ഇത് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നത്, കുട്ടിക്ക് എന്ത് അസുഖമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പല രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും തന്റെ കുട്ടിക്ക് ഈ അവസ്ഥയാണെന്ന് സമൂഹത്തിൽ മനസ്സിലായിരുന്നില്ല. ഈ സിനിമ മൂലം പലർക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. താങ്ക് യു. എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സിനിമ കണ്ടപ്പോ മോനെ മനസ്സിലായോ ആ ഒരു കുട്ടിയുടെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയോ? കുറെ കുട്ടികൾ ഇങ്ങനെ ഇടയിൽ അവര് മാത്രം ഒറ്റപ്പെട്ടു പോകാം, ഈ ഫാമിലിയിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ഒക്കെ ഒറ്റപ്പെടും. എനിക്ക് തോന്നണ കുട്ടികളെ ഒന്നും കൂടി വീട്ടിലായാലും സമൂഹത്തിലായാലും സ്കൂളിലായാലും എല്ലാത്തിലായാലും കുട്ടികളൊന്ന് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് തോന്നണം. പക്ഷെ പലർക്കും ഈ അസുഖം എന്നാണ് ചിന്തിക്കുക. പക്ഷെ ഇത് അസുഖമല്ല, മാനസികപരമായിട്ടും സംഭവിക്കാവുന്ന ഒരു ഇതാണെന്ന് തോന്നണം. സിനിമയുടെ കുട്ടിയുടെ വിഷമങ്ങളെ കണ്ട എല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ സിനിമ. ഞാൻ ആദ്യം ഞാനിത് ഹിന്ദിയിൽ കണ്ടുനോക്കി, അപ്പൊ എനിക്ക് മനസ്സിലാവണില്ലെന്ന് തോന്നി. പിന്നീട് മലയാളം റീമേക്ക് വെച്ചിങ്ങോട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ട് പിന്നീടാണ് മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ കുറച്ച് എഴുതി തുടങ്ങിയത്. ഗുഡ് ആൻഡ് നന്നായിട്ട് പറഞ്ഞു. ടീന പ്രിപ്പയർഡ് ആണോടാ? ഞാൻ ഈ ഫിലിം കുറെ നാല് മുന്നേ കണ്ടിട്ടുള്ള ഫിലിമാണ്. അതിന്റെ ക്ലൈമാക്സും പിന്നെ ലാസ്റ്റ് ഒരു പോർഷനൊക്കെ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഇമോഷണലി ഇപ്പൊ ഈ ഒരു ടൈമില് നമ്മളെല്ലാ കൂട്ടുകാരും ഇത് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ഭയങ്കരമായിട്ട് ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പൊ നമുക്ക് കാണാൻ ശ്രമിക്കാം. അതിന്റെ ചെറിയൊരു പ്രസന്റേഷൻ ചെയ്യാം മാം. അതില് ആ ഒരു ഓർമ്മയിൽ നിന്നും പിന്നെ ഇടയ്ക്ക് കുറച്ച് പോർഷൻസ് കണ്ടിരുന്ന ഏരിയയുടെ ഒരു മിനിറ്റ് മാം. Ishan Awasthi is an 8-year-old boy who loves painting, colors and daydreaming. ഇഷാൻ എന്ന് പറയുന്ന കുട്ടി നമുക്കറിയാം ക്ലാസ്സിലും വീട്ടിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അപ്പൊ അവന് വഴക്ക് പറയുന്നതാണെങ്കിലും അവൻ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന കാണുന്നതെല്ലാം ഒരു ഡേ ഡ്രീമിങ്ങിൽ എങ്ങനെ നമ്മള് സ്വപ്നത്തിൽ എങ്ങനെയാണ് നമുക്കിപ്പോ ഒരു എ എന്നൊരു ലെറ്ററിന് ചിലപ്പോൾ ചിറക് വന്നാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ 2 എന്നൊരു നമ്പറിന് കൊട പിടിച്ച് പൊങ്ങി പോവാൻ, അല്ലെങ്കിൽ പാരച്യൂട്ടിൽ എങ്ങനെ അവൻ പൊങ്ങിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയുള്ള ഭയങ്കര ഒരു ഡ്രീമിങ്ങിലാണ് ഈ കുട്ടി എല്ലാം വീക്ഷിക്കുന്നത്. ഒരു 8 ഇയർ ആയിട്ടുള്ള ഈ കുട്ടി പെയിന്റിങ് ഇഷ്ടമാണ്, കളേഴ്സ് ഇഷ്ടമാണ്, ഇങ്ങനെ ഡേ ഡ്രീമിങ്ങിലൂടെ എല്ലാം അവൻ പിക്ചറൈസ് ചെയ്ത് കാണുന്ന അങ്ങനെ ഒരു സ്പെഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കഴിവ് അവനുണ്ട്. But he's really very different at reading, spelling and maths. ഒരു ജനറൽ ആയിട്ട് ഒരു കുട്ടിക്ക് ലേണിംഗ് നടക്കുന്ന പോലെ ഷാന് പോസിബിൾ ആവില്ല. കാര്യം സ്പെല്ലിംഗ് തെറ്റാം, മാത്സിൽ എറേഴ്സ് വരാം, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, താങ്ക് യു. അപ്പോ എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ മാത്സിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് ആൾക്ക്. കാര്യം അവൻ കാണുന്ന രീതി വേറൊരു തരത്തിലാണ്. അതിലേക്ക് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് അവന്റെ ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ രീതിയിലേക്ക് ആ കുട്ടി വരുന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് സ്റ്റാർട്ട് ടു ബ്ലെയിം.
ഈ കുട്ടീനെ ഇങ്ങനെയാണ്, കുട്ടി അങ്ങനെയാണ്, ഈ കുട്ടി അങ്ങനെയാണ്. അതിലൊരു ഒരു ഒരു സീനുണ്ട്, അവനോട് ഇങ്ങനെ റിസൈറ്റ് ചെയ്യാനെങ്കിലും വായിക്കാൻ പറയുമ്പോഴത്തേനും അവൻ ബ്ലാ 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 എന്നാണ് അവൻ വായിക്കുക. കാര്യം അവന്റെ മനസ്സിലേക്ക് അങ്ങനെയാണ്, ആ ഒരു വേ ഓഫ് റീഡിങ് അവന് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതൊരു നല്ല രീതിയിലേക്ക് ചാനലൈസ് ചെയ്യാനായിട്ട് അവരുടെ അധ്യാപകർക്ക് അന്ന് സാധിച്ചിരുന്നില്ല. സോ ഹിസ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് തിങ്ക് ഹീസ് കെയർലെസ് ആൻഡ് ലേസി, സോ ദേ സെൻഡ് ഹിം ടു എ സ്ട്രിക്ട് ബോർഡിംഗ് സ്കൂൾ. ഒരു ഭയങ്കരമായ അച്ചടക്കം അവന് വേണം എന്ന് കരുതി അവരുടെ പേരൻസ് അവന് ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. അവനെ വേഗം ബോർഡിംഗ് സ്കൂളിലേക്ക്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോർഡിംഗ് സ്കൂളിലേക്ക് അവനെ വിടുകയാണ്. There he meets Ram Shankar Nikum, a new art teacher. Unlike others, Nikum sir notices Ishan's paintings are amazing. He realizes Ishan has dyslexia, a learning difference, not dumbness. അപ്പോൾ ഈ കുട്ടി ബോർഡിംഗ് സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ അവന്റെ മനസ്സ് അമ്മയിൽ നിന്ന് വേർപെട്ടപ്പോൾ തന്നെ മാ എന്ന് പറയുന്ന ഒരു സോങ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അത് ആ ഒരു മൂവീസ്, ആ ഒരു സോങ്ങിലെ സീനിലൂടെ നമുക്ക് അവൻ എത്രത്തോളം അവന്റെ കുഞ്ഞു മനസ്സ് ഒറ്റപ്പെട്ടു പോവുക. പിന്നെ അവൻ ശരിക്കും ഒരു എന്താ പറയുക, ഒന്നും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു എന്താ പറയുക, ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ ഈ കുട്ടി ഇങ്ങനെ എന്നുള്ളൊരു, ഭയങ്കര ആക്റ്റീവായിരുന്നതും കളിച്ചിരിയൊക്കെ ഉണ്ടായിരുന്ന കുട്ടി വളരെയധികം മാറിപ്പോകുന്ന ഒരു സീനാണ്. അപ്പോഴാണ് ആ സ്കൂളിലെ റാം ശങ്കർ നിഗമായിട്ട് അമീർ ഖാൻ്റെ പെർഫോമൻസ് നമുക്ക് അവിടെ തുടങ്ങുന്നത്. അവിടെ ഒരു ആർട്ട് ടീച്ചറാണ് റാം ശങ്കർ. മറ്റു ടീച്ചേഴ്സിനേലും കുറച്ച് ആള് ക്രിയേറ്റീവാണ്, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സാറാണ്. അങ്ങനെ സാറ് മനസ്സിലാക്കാണ് ഇഷാന്റെ പെയിന്റിങ്സും അവന്റെ ചിന്തകളൊക്കെ ഭയങ്കര അമേസിംഗ് ആണ്. അപ്പോൾ അവന് ഒരു ഡിഫറെന്റ് ആയിട്ട് അവന്റെ ഒരു സമീപനം അവന് വേണം പഠനത്തിൽ. കാര്യം ഡിസ്ലെക്സിയ എന്നൊരു ലേണിംഗ് ഡിസബിലിറ്റി അവന് വന്നിരിക്കുകയാണ്. അല്ലാതെ ആ കുട്ടി മിണ്ടാതിരിക്കുന്നതോ കേൾവി ശക്തി ഇല്ലാത്തൊരു കുട്ടിയോ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയോ അല്ല. അങ്ങനെ ഒരു ദിവസം വിത്ത് പേഷ്യൻസ് ഗെയിംസ് ആൻഡ് ആർട്ട് നിഗം സർ ഹെൽപ്സ് ഇഷാൻ. അപ്പോൾ ഒരു ദിവസം സാർ ഇങ്ങനെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഒത്തിരി മഹാന്മാരായവർ പോലും ഇങ്ങനെ അവർക്ക് പണ്ട് ഇങ്ങനെ കുറവുകൾ ഉണ്ടായിരുന്നു, അവർ അതിനൊക്കെ ഓവർകം ചെയ്ത് വന്നൊരു ആളാണെന്നുള്ള ഒരു സ്റ്റോറി കേട്ടതോടുകൂടി ആ കുഞ്ഞിഷാന്റെ മനസ്സിൽ അപ്പോൾ എനിക്ക് മാത്രമല്ല ഇതുപോലെ പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നൊരു തിരിച്ചറിവ് അവന് വരുന്നുണ്ട്. ബൈ ദി എൻഡ് അപ്പൊ സാറ് ഒത്തിരി ഗെയിംസും ആർട്സും ഒക്കെ കുട്ടികളിൽ, അതിൽ ഏറ്റവും ഒരു ഉദാഹരണമാണ് ബമ്പം പോലെ എന്ന് പറയുന്ന സോങ്. അത് ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് വെറുതെ പ്ലേ ചെയ്ത് നോക്കിയാൽ ഭയങ്കര, കുഞ്ഞു കുട്ടികൾ പോലും, നമ്മൾ പോലും അതിൽ ലയിച്ചിരുന്ന് പോകും. അതുപോലെയാണ് ആ സീൻ കാണിച്ചു തന്നു കൊടുക്കുമ്പോൾ നല്ല രസമാണ്. ആ സാറും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര രസമാണ്. ബൈ ദി എൻഡ് ഇഷാൻ വിൻസ് ദ സ്കൂൾ ആർട്ട് കോമ്പറ്റീഷൻ ആൻഡ് ഫൈനലി ബിലീവ്സ് ഇൻ ഹിംസെൽഫ് അഗെയിൻ. അങ്ങനെ സാർ ഈ കുട്ടിക്ക് വേണ്ടി തന്നെ ഒരു വലിയൊരു ആർട്ട് കോമ്പറ്റീഷൻ വയ്ക്കുകയാണ്, പെയിന്റിങ് കോമ്പറ്റീഷൻ. അതിൽ സാർ ഒരു തീം കൊടുത്തു, കുഞ്ഞുങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്ന് എഴുതാം, വരയ്ക്കാം, കളർ ചെയ്യാം, എല്ലാം പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു പിക്ചർ വരയ്ക്കുകയാണ്. ആ പിക്ചർ സാറിന് ഇഷാൻ സാറിന് ടീച്ചറിനെ കാണിക്കുകയാണ്. ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ആ പിക്ചർ വരച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സാറും ഒപ്പം ഇവരുടെ ഒപ്പം വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇഷാൻ ചെന്ന് ഇങ്ങനെ പതുക്കെ ചെന്ന് നോക്കുവാണ് ഈ പെയിന്റിങ് എന്താണ് സാറ് വരച്ചിട്ടുള്ള പെയിന്റിങ്. അവന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. നോക്കുമ്പോൾ ഇഷാൻ എന്ന് പറയുന്ന ഗ്ലൂമി ഫേസ് ആയിട്ടുള്ള ഒരു കുട്ടി നല്ല സ്വീറ്റ് സ്മൈലോട് കൂടി ചിരിക്കുന്ന ഒരു പിക്ചറാണ് ഏറ്റവും ലാസ്റ്റ് ഈ കുട്ടി സാറ് വരച്ച പടം കാണുന്നത്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ആള് ഭയങ്കരമായിട്ട് ഇതാവും. അപ്പൊ അവന് മനസ്സിലാവണം, ഞാൻ ഇങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു, പക്ഷെ ഞാനിപ്പോ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ആവണം. സാറ് ആ കുട്ടിയിൽ വിശ്വസിച്ചു. പിന്നെ ആ കുട്ടിക്കും ഒത്തിരി കോൺഫിഡൻസ് ആയി. അങ്ങനെ ആ വലിയൊരു ആർട്ട് കോമ്പറ്റീഷനിൽ ഇഷാൻ ജയിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ സാറ് ചെന്ന് പേരൻസിനെ മീറ്റ് ചെയ്യുന്ന സീനുണ്ട്. അതിൽ ഈ കുട്ടി ബുക്കിൽ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് അത്. അപ്പനും അമ്മയും ഒരു ചേട്ടനും ഉണ്ട് ഇഷാന്. ഇവരുടെ പിക്ചറിൽ ഫസ്റ്റ് ഒരു ഫാമിലി പിക്ചറാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ബുക്കിൽ നമ്മൾ പേജ് ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ പേജസ് മറക്കില്ലേ, ഓരോന്നോരോന്നായിട്ടല്ല സ്പീഡിൽ മറയ്ക്കുന്ന ഒരു ആർട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് പേജിൽ ഫാമിലി പിക്ചറിൽ ഇവർ 4 പേരുണ്ട്. പിന്നെയുള്ള പേജസിലെല്ലാം കുഞ്ഞു ഇഷാൻ ഇവരിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ഒരു
ഒരു പെയിന്റിങ് അവൻ ചെയ്തിട്ടുണ്ട്, ഒരു ആർട്ട് വർക്ക് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സാറ് കണ്ടുപിടിച്ചു. പക്ഷെ ഇവരുടെ വീട്ടിൽ ആരും അത് കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കാണിച്ചു കൊടുത്തു. ഇവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി. ഇവരും കുറച്ചത് മനസ്സിലാക്കി. എന്നിട്ട് സാർ ഒരു എക്സാമ്പിൾ ഇവർക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ കാണിക്കുന്നുണ്ട്. അതായത് ഈ കുട്ടിയുടെ അപ്പനോട് നിങ്ങൾ അത് ഞാൻ മറന്നുപോയി. അപ്പനോട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയല്ല. അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അതായത് ഈ സാറ് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്തായാലും പറയണം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡിബേറ്റ് പോലെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഫാദറിന് മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയല്ല ഞാൻ എൻ്റെ മോനോടും ചെയ്തത്. ആ സമയത്താണ്, ആ മൊമെന്റിലാണ് ഫാദറും അത് റിയലൈസ് ചെയ്യുന്നത്. അത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത സാറിന് അവർ താങ്ക് യു പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഇവരെല്ലാവരും ഈ ആർട്ട് കോമ്പറ്റീഷന്റെ ഈ ഇവരുടെ എന്താ പറയാ ഈ അനൗൺസ്മെന്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് വരികയാണ്. പിന്നെ ഇവരുടെ ഓപ്പൺ ഹൗസ് പോലെയുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഓരോ സാറുമാരും ഈ പേരൻസിനെ കാണുമ്പോൾ അയ്യോ ഇഷാന്റെ പാരന്റ് ആണോ, ഇരിക്കും സാർ, അങ്ങനെ. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ് വരികയാണ്, ഭയങ്കര പ്രൗഡ് ആവുകയാണ്. അറ്റ് ഫസ്റ്റ് കുഞ്ഞിനെ കുറിച്ച് എല്ലാവരും ബ്ലെയിം ചെയ്തിരുന്നിടത്ത് ഇപ്പൊ എല്ലാവരും ഇഷാന്റെ പാരന്റ് അല്ലേ എന്ന് പറഞ്ഞവർക്ക് ഭയങ്കര ഭയങ്കര പ്രൗഡായിട്ട് തോന്നുകയാണ്. അവരെ ഈ ഈക്വലി മറ്റ് സബ്ജക്റ്റിലേക്കും ഇവൻ ഒത്തിരി പഠിച്ച് സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന സമയത്ത് കുട്ടി ഇത് സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വേഗം ചെന്ന് ഈ ആർട്ട് സാറിനെ ചെന്ന് കെട്ടിപ്പിടിച്ച്, അതും ഭയങ്കര ഒരു ഇമോഷണലി ആയിട്ടുള്ള ഒരു സീനാണ്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. തിരിച്ച് ഇവൻ വണ്ടിയിൽ കയറാൻ പോകുന്ന സമയത്ത് തിരിച്ചൊന്നും കൂടെ സാറിന് വന്ന് ഓടി സാറിൻ്റെ അടുത്ത് വരുന്ന സാറ് ഈ കുട്ടീനെ പൊക്കി ഇങ്ങനെ പൊക്കി ഉയർത്തുന്ന അവിടെ വെച്ചാണ് ഈ ഫിലിം തീരുന്നത്. അതായത് ഭൂമിയിലുള്ള മുകളിലുള്ള താരങ്ങൾ ഭൂമിയിലും താരങ്ങളാണ്, അവരും താരമായിട്ട് തന്നെ വളരണം. കുഞ്ഞുങ്ങൾ എല്ലാം ഡിഫറെൻ്റ് ആണ്, അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. ടീച്ചിങ് ഭയങ്കര ഒരു എന്താ പറയാ ഹമ്പിളായിട്ടും നോബിളായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെന്നുള്ള ഒത്തിരി മെസ്സേജസ് ഈ ഫിലിമിലുണ്ട്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. എല്ലാവരും ആ ഫിലിം കാണൂലേ? കാണണം കേട്ടോ. നല്ലൊരു ഫിലിം, നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ടീച്ചേഴ്സിനായാലും നമ്മുടെ പാരന്റ്സിനായാലും നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. അത് നല്ലൊരു ഫിലിമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ഈ സിനിമ. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തോ? ഞങ്ങക്ക് ഹിന്ദി ടീച്ചർ ഞങ്ങക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ 8ാം ക്ലാസ്സിൽ പറഞ്ഞ കുട്ടികളെ ഹിന്ദി ടീച്ചർ ഈ സിനിമ കാണിച്ചിരിക്കും. ഞങ്ങൾ ആ റൂമിൽ നമ്മൾ പ്രൊജക്ട് റൂമിൽ കൊണ്ടുപോയി പ്രൊജക്ടർ ഇട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ട് കാണിച്ചിരുന്നു. എല്ലാരും കരഞ്ഞൊക്കെ ഇറങ്ങണത് സിനിമ കണ്ടു കഴിഞ്ഞ്. നല്ലതാണ്. നമുക്ക് നമ്മൾ ചാപ്റ്ററിലേക്ക് വരാം. നമ്മള് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ? കംപ്ലീറ്റ് ആയോ? റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് വരെയും പറഞ്ഞ് കംപ്ലീറ്റ് ആയോ? മിസ് ഒന്ന് വെറുതെ വായിച്ച് ഇങ്ങനെ പറഞ്ഞോളൂ. റൈറ്റിംഗ് റീഡിംഗ് വരെ എത്തിയിട്ടുള്ളൂ അല്ലെ? സോ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്യണം. ചില കാര്യങ്ങൾ നമുക്ക് എത്ര പറഞ്ഞു തന്നാലും അത് മനസ്സിലാവില്ല. നമ്മൾ കേട്ട് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അതേപോലൊരു സബ്ജക്റ്റ് അല്ലേ നമ്മളുടെ മാത്സ് അല്ലെ? മാത്സ് പറഞ്ഞു തന്നാൽ മനസ്സിലാവോ? എനിക്ക് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് മാത്സ് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല. മാത്സ് അതെ പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ നമുക്കതൊന്ന് ഒരു പ്രാവശ്യം എഴുതി കാണിച്ചാൽ ബ്ലാക്ക് ബോർഡിൽ ഒരു പ്രാവശ്യം എഴുതി കാണിച്ചു കഴിഞ്ഞാല് നമുക്കത് ഓർമ്മയിൽ നിൽക്കും അല്ലെ? അതൊരു പ്രത്യേകതയാണ്. ഏതായാലും ഇപ്പൊ പ്രോബ്ലം പേപ്പറിൽ തന്നെയല്ല, തിയറി പേപ്പർ ആയാലും നമ്മൾ ബോർഡിൽ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ ആ ബോർഡിലെ ഇമേജ് വരും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. എന്റെ എക്സ്പീരിയൻസിൽ നല്ലൊരു എക്സാമ്പിൾ പറയാണ്.
ശരിക്കും ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്ട് ഞാൻ +1 പഠിക്കുമ്പോഴാണ് ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്ട് ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഫുള്ളായിട്ട് തിയറി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ടീച്ചർ എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ തിയറിയിൽ ചെറിയ പോയിന്റ്സ് ബോർഡിൽ നോട്ട് ചെയ്യും. മിസ് ടെസ്റ്റ് ഒന്നും എന്ത് ചെയ്യില്ല, ഓപ്പൺ ചെയ്ത് ക്ലാസ്സിലിരിക്കാൻ സമ്മതിക്കില്ല. ടെക്സ്റ്റ് ഒക്കെ ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. മിസ് എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ബോർഡിൽ എഴുതും. ഓരോ പോയിന്റ്സും ബോർഡിൽ എഴുതും. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വിചാരിക്കല്, വേണ്ട പ്രിൻസിപ്പിൾസ് ആണ് വിചാരിക്കും. അപ്പൊ ഒരു 7 പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ ആ 7 പ്രിൻസിപ്പിൾസും മിസ് ബോർഡിൽ എഴുതും. എന്നിട്ട് ആ ഓരോ പ്രിൻസിപ്പിൾസും മിസ് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നമുക്ക് മനസ്സിലാക്കി തരും. അതിനുശേഷം മിസ് നമ്മളോട് ടെസ്റ്റിൽ ആ ഒരു മീനിങ് വായിക്കാനും റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും പറയും. ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ നമ്മളുടെ എന്താ പറയാ, നമ്മളത് സീ ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ദെൻ നമ്മൾ നോട്ടും കൂടി എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താണ് അത് ആ ഒരു കാര്യം കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് മാത്സ് എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർട്ടിങ് പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, മാത്സ് എല്ലാവരും ചെയ്ത് ശീലിച്ചിട്ടുണ്ട്, നോട്ടൊക്കെ എഴുതി ശീലിച്ചിട്ടുണ്ട്. പക്ഷേ സോഷ്യലൊക്കെ നമുക്ക് എത്ര പഠിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല, അല്ലെ? ഞാനൊക്കെ സോഷ്യലൊക്കെ പഠിച്ചപ്പോൾ കോമഡി ആയിരുന്നു കേട്ടോ. എന്താ പറയാ, എന്തോരം പഠിച്ചാലും സോഷ്യൽ കിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ ടീച്ചർ പറഞ്ഞത്, ഞാൻ സോഷ്യൽ 8th പഠിക്കുന്ന സമയത്ത് സോഷ്യൽ പഠിക്കാൻ ഭയങ്കര മടി. ബാക്കി മാത്സ് നല്ല സ്മാർട്ടാണ്, മാത്സിനൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ എന്താണ് സോഷ്യലിസ്റ്റ് എന്നോട് വിളിച്ചിട്ടുണ്ട്, നീ എന്താ മാത്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നല്ലേ, പിന്നെ എന്താ നിനക്ക് സോഷ്യൽ പഠിച്ചാല് ബാക്കി സബ്ജക്ട് പഠിച്ചാൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു സോഷ്യൽ ഒരുപാടില്ല മിസ്സേ, അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മിസ് പറഞ്ഞു ഓക്കെ നീ എങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിസ് ഞാൻ വായിച്ചാ പഠിക്കുന്നത്, എല്ലാവരും അങ്ങനെയാണല്ലോ പഠിക്കുന്നത്, വായിച്ചാ പഠിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ വായിച്ചു പഠിക്കുന്നത് നിർത്തിയിട്ട് നീ ഒന്ന് വായിച്ചു പഠിച്ചോ, എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നീ ഒന്ന് എഴുതി നോക്കാൻ പറഞ്ഞു. എഴുതി നോക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എഴുതി നോക്കാൻ അപ്പൊ ഒരുപാട് ടൈം എടുക്കില്ലേ, നീ ശ്രദ്ധിച്ചു നോക്ക്, അന്ന് എടുക്കുന്ന പോർഷൻ അന്ന് തന്നെ നോട്ട് ചെയ്ത് എഴുതി ഒന്ന് പഠിച്ചു നോക്ക്, നമുക്ക് നോക്കാം, ഇതുവരെ വെച്ച് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ ഞാൻ സോഷ്യലിന് ഫെയിൽ ആവുന്ന ആളാ. 8ാം ക്ലാസ് ഒക്കെ വരെ സോഷ്യലിന് എപ്പോഴും അതെ, 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാം വരെ, മോഡൽ എക്സാമിന് ഒഴികെ ബാക്കി എല്ലാ പ്രാവശ്യവും ഫെയിൽ ആക്കും ഞങ്ങളുടെ ടീച്ചർ. ഞങ്ങളുടെ ടീച്ചർ കുറച്ച് റയറാണ്. അപ്പൊ മിസ് എന്തായാലും ഇപ്പൊ ജസ്റ്റ് പാസിന്റെ അടുത്ത് മാർക്ക് വെച്ചിട്ടുണ്ടാവും, പക്ഷെ 1 മാർക്ക് കുറവിന് ഫെയിൽ ആക്കും ഞങ്ങളെ. അപ്പൊ എന്താണ് ഇങ്ങനെ പറഞ്ഞു, എഴുതി നോക്കാൻ പറഞ്ഞു. ഞാൻ അപ്പൊ കുറെ ശ്രമിച്ചു നോക്കി, എഴുതിയൊക്കെ നോക്കി. പതിയെ എനിക്ക് ആ എഴുതി പഠിക്കുന്നതിനോട് ഇഷ്ടം തോന്നി. എഴുതി പഠിക്കുക, തിയറി ആണെങ്കിൽ എഴുതി പഠിക്കാനായിട്ട് തുടങ്ങി. അത് ഒരു എന്താ പറയാ, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്റെ ലൈഫിൽ, എഴുതി പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഞാനത് എഴുതി പഠിക്കും. നമ്മള് എത്ര വായിച്ചു പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവണമെന്നില്ല. ബട്ട് ഒരു പ്രാവശ്യം നമ്മളൊന്ന് എഴുതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലേക്ക് അത് വരും. എഴുതാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ഫൈൻ മോട്ടർ സ്കിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഐ ഹാൻഡ്, നമ്മുടെ 3 സെൻസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട് അല്ലെ, പറയുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് വരുന്നുണ്ട്, മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. സോ മൂവ്മെന്റ്സിലൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് സന്തോഷമുണ്ട്, കാരണം 10th പാസ്സായ സമയത്ത് എനിക്ക് എങ്ങനെയാണോ മാത്സിന് എങ്ങനെയാണോ ഗ്രേഡ്, അതേപോലെ തന്നെ സോഷ്യലും സെയിം ആയിരുന്നു. രണ്ടിലും എനിക്ക് A ആയിരുന്നു. കാരണം മാത്സ് മാത്രമാണ് ഞാൻ വിചാരിച്ചു, മാത്സ് മാത്രമായിരിക്കും ഞാൻ നന്നായിട്ട് പഠിക്കുക, സോഷ്യൽ ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു ഞാൻ. എന്റെ മിസ്സിന്റെ ഒരു ചെറിയ ഇടപെടൽ മൂലം എന്ത് ചെയ്തു, സോഷ്യൽ പഠിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് ഇഷ്ടമാണ് സോഷ്യൽ. ഇപ്പോഴും എനിക്ക് സോഷ്യൽ എടുക്കാനും അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് സോഷ്യൽ. ചില ടീച്ചർമാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് സോഷ്യൽ ഭയങ്കര ബോറിംഗ് ആണ്, അത് പഠിപ്പിക്കുന്ന രീതിക്കാണ് വ്യത്യാസം വരുത്തുന്നത്, നല്ല രസമാണ്. അപ്പോ നമ്മൾ റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. ടു മേക്ക് ഹർ ടീച്ചർ സ്യൂട്ടബിൾ വിത്തൗട്ട് ഡൗട്ട്, ടീച്ചർ റൈറ്റ് ഹർ ഇൻഫോർമേഷൻ ഓൺ ബ്ലാക്ക് ബോർഡ് ലിജിബിളി. വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഡൗട്ട്സ് ഒന്നും വരാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് ബോർഡിൽ ഓരോ കാര്യങ്ങൾ എഴുതുന്നത്. സ്റ്റുഡൻസ് ആർ റീഡിങ് ദ ഫസ്റ്റ്, കുട്ടികൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അത് റീഡ് ചെയ്യും അല്ലെ. ബോർഡിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുകയാണ് ചെയ്യുക അല്ലെ, നമ്മൾ വായിച്ചിട്ടല്ലേ നോട്ടിലേക്ക് എഴുതാം, വായിച്ചിട്ട് എഴുതും. വായിച്ച് റീഡിങ് ഫസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അത് വായിച്ചതിന് ശേഷം നമ്മൾ നോട്ടിലേക്ക് എഴുതും, വായിച്ച് നോട്ടിലേക്ക് എഴുതും. ആഫ്റ്റർ ദാറ്റ് ദ സ്റ്റുഡൻറ് സബ്മിറ്റ് ദർ അസൈൻമെന്റ് ടു ടീച്ചർ. നമ്മൾ ഈ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് ടീച്ചറിന് എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. ടീച്ചർ അതൊന്നും കൂടി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്താണ് നമ്മളത് ടീച്ചർമാരെ എന്ത് ചെയ്യും, തിരുത്തി കൊടുക്കും. ഹിയർ ദ ടീച്ചർ ഈസ് ദ റീഡർ. ദെൻ ടീച്ചറാണ് കുട്ടികളുടെ എല്ലാവരുടെയും ബുക്സ് റീഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാണ്.
വെദർ ദ സ്റ്റുഡന്റ് വിൽ ഗെറ്റ് ദ മെസ്സേജ് റൈറ്റ് ഓർ റോങ്. കുട്ടികൾ അത് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണ്. ഇഫ് ദേ മേക്കിംഗ് മിസ്റ്റേക്ക്, നമ്മൾ കുട്ടികളാണ്, മലയാളമൊക്കെ ബോർഡിൽ നോക്കി എഴുതി കഴിയുമ്പോൾ നമ്മളുടെ അക്ഷരങ്ങൾ ചിലപ്പോൾ മനസ്സിലാവാതെ വരുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്തും. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷീ ഷുഡ് കറക്റ്റ് ദം, നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം നമ്മൾ കാണാറുള്ള ഒരു കോമൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ ഈ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ദ സ്റ്റുഡൻസ് ടു ഡു ദെയർ വർക്ക് കെയർഫുള്ളി. അപ്പൊ മിസ്റ്റേക്ക് വരുത്താതെ കെയർഫുൾ ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. Through this communication, we can easily find out how the teacher found out how the teacher. Oh, sorry, mistake. One minute. ഇത് മാർക്ക് ചെയ്യും. അത്രയും പോർഷൻ വേണ്ട കേട്ടോ. Through this communication, we can easily find out how the teacher would pass our information to the student. നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, എന്നാൽ ടീച്ചർ എങ്ങനെയാണ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. When a teacher is shared with a class, she is not only concerned with the batch of students, but also the entire classroom. നമ്മൾ എന്താണ് നമ്മൾ കാര്യം കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ആ കാര്യം മനസ്സിലാക്കണം. ഓക്കെ, എല്ലാവർക്കും അത് ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യുന്ന പോലെ ക്ലിയർ ആയിട്ട് വേണം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പോവാനായിട്ട്. ആ ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ നമ്മൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു, ഓർമ്മയുണ്ടോ? എല്ലാവരോടും പരിചയപ്പെട്ടു. അതേപോലെ തന്നെ എല്ലാ കുട്ടികളോടും അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇല്ലേ? അപ്പൊ എനിക്ക് തോന്നി എല്ലാവരും ഒരേപോലെ അല്ല, എല്ലാവരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോ മേ ബി അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്നൊക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ട്, അതേപോലെ കുറച്ച് എന്താണ് പതുക്കെ ലേൺ ആവുന്ന കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെയുണ്ട്. അപ്പൊ എന്താണ് കുറച്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര പേടിയോട് കൂടി അല്ലെങ്കിൽ ഒരു ഫിയറോട് കൂടി ആയിരിക്കും ചില കുട്ടികൾ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഫുൾ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കണ്ട് പേടിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും കുറച്ച് കുട്ടികളെങ്കിലും ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ആദ്യം ഈ ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോ ചെറിയ പേടിയൊക്കെ തോന്നിയോ? ഇല്ല, തോന്നി. അപ്പൊ ഞാൻ നിങ്ങൾ പരിചയപ്പെട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ഏത് അപ്രോച്ച്, നമ്മൾ ഓരോ ക്ലാസ്സിലും അതിൻ്റെതായ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്. ചില ക്ലാസ്സിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ലെസൺ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ മതി. ചില ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില ക്ലാസ്സിൽ ജസ്റ്റ് ഒരു സമ്മപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ പോയിട്ട് കാര്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുട്ടികൾക്ക് ലേൺ ആവാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. സോ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി, കുട്ടികൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, റീഡ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ലേ ഞാൻ പഠിപ്പിക്കുന്നത്? തോന്നിയിട്ടുണ്ടോ? അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല. എനിക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ജസ്റ്റ് ഇത് ഞാൻ വായിച്ചു തന്നില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. പക്ഷേ നമ്മൾ അവരെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, നമ്മുടെ ക്ലാസ്സിൽ എൻ്റയർ ക്ലാസ്സിലുള്ള കുട്ടികളെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ. ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം, നാളെ നിങ്ങളും ടീച്ചേഴ്സായിട്ട് മാറും. നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മളുടെ നീഡ് ആർക്കാണെന്ന് അറിയാമോ? നമ്മളെ കൊണ്ട് ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഹെൽപ്പ് കൂടുതലും വേണ്ടത് ആർക്കാണ്? ആ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അല്ലെ? വീക്ക് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ അവരെ ഇൻഡിവിജ്വൽ ഫോക്കസ് ചെയ്ത് അവർ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ലേൺ ചെയ്ത് ബെറ്റർ ആയിട്ട് പോരും. സോ അവരെ നമ്മളൊന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുത്ത് പോകാനായിട്ട് ഏതൊരു ടീച്ചറിനും പറ്റും. പക്ഷേ ഒരു ടീച്ചറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. എല്ലാവരിലേക്കും നമ്മുടെ മെസ്സേജ് ഉള്ളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നിങ്ങൾ ടീച്ചറായി കഴിയുമ്പോഴും ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികൾ വരും. അവരിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ എബിലിറ്റി മനസ്സിലാക്കി നമ്മൾ പെരുമാറും. ഓക്കെ, അപ്പൊ ആ സിനിമ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും കാണാം കേട്ടോ. അടുത്ത
ഒരു ടോപ്പിക്കാണ് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ വെറൈറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻ എനി ക്ലാസ് റൂം ടീച്ചിങ് ഈസ് ഡൺ ത്രൂ ഫോളോയിങ് വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സാധാരണ താഴെ പറയുന്ന വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇതില് ഞാൻ ഈ ടോപ്പിക്ക് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം നമ്മൾ ഏത് മെത്തേഡിലൂടെയാണ് ക്ലാസ് റൂം, നമ്മളുടെ മെത്തേഡ്, നമ്മളിപ്പോ ഞാനും തമ്മിൽ ഈ ക്ലാസ് റൂമിൽ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നത് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ആണ് ലെക്ചർ ബേസ്ഡ് ക്ലാസ് റൂം. ലെക്ചർ ബേസ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ടീച്ചർ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ടീച്ചർ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ടീച്ചർ ആയിരിക്കും ആ ഒരു ക്ലാസ്സിൽ ഫുൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ടീച്ചറാണ് അവിടെ ഒരു ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതും വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ എല്ലാ കാര്യങ്ങളും പറയുന്നു. കുട്ടികൾക്ക് ലിസണേഴ്സിന് ഒരു റോളും ഇല്ല, അവിടെ ലിസൺ ചെയ്യുക എന്ന് മാത്രമുള്ള റോളുള്ളൂ. തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കുട്ടികൾ തമ്മിൽ പരസ്പരം ഡൗട്ട് ക്ലിയർ ചെയ്യാനോ ഒന്നും അവസരമില്ല. ഇതാണ് ലെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം. ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത് നമ്മൾ ഒരു ടോപ്പിക് എടുക്കുന്നു, അതിനെക്കുറിച്ച് ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ടീച്ചർ കുട്ടികളോട് പറയുന്നു, കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ടീച്ചറിനോട് കുട്ടികൾ പറയുന്നു. അതിന്റെ ബേസിൽ കുട്ടികളും ടീച്ചറും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിസ്കസ് ചെയ്ത് ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നു. ദാറ്റ്സ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ ഏത് ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യും, സ്മോൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കുട്ടികളെ ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാസ്ക് കൊടുത്ത് ആ ടാസ്കിനെ കുറിച്ച് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടോക്ക് ചെയ്യിക്കുന്നു. ദാറ്റ്സ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ആണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടാസ്ക് തരും, ഒരു ടോപ്പിക് ഓരോ കുട്ടിക്കും കൊടുക്കും. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. സെമിനാർ അതിനൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, സെമിനാർ ഒക്കെ ചെയ്തിട്ടില്ലേ? സെമിനാർ, ഡിസ്കഷൻ സെഷൻ ഒക്കെ എന്താണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് മിനിമം കമ്മ്യൂണിക്കേഷൻ ഓർ നോ കമ്മ്യൂണിക്കേഷൻ. ഇതും ടീച്ചിങ്ങിന്റെ ഒരു മെത്തേഡ് ആണ്. നോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മിനിമം കമ്മ്യൂണിക്കേഷൻ. സാധാരണ ഏത് ലബോറട്ടറി, സയൻസ് ലബോറട്ടറിയിൽ അതേപോലെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് മിനിമം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സംസാരിക്കുന്ന ഒന്നുമില്ല, അവിടെ എന്താണ് റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് അതിന്റെ ഫൈനൽ റിസൾട്ട് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഏതൊക്കെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ലാസ്റ്റ് എന്താ പറഞ്ഞത്, മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടോപ്പിക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോടും പറയാറുണ്ട്. നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കാര്യങ്ങൾ ലേൺ ചെയ്ത് ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാം. ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മള് മാക്സിമം ടു വേ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. പരസ്പരം രണ്ട് ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഈ തമ്പൊക്കെ അയക്കുന്നത് കേട്ടോ. സംസാരിക്കുന്നില്ലാതെ ഉള്ളൂ ഒരു ടൈമില്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വേണ്ടി എങ്ങനെയാവാം, സിംബൽസ്, ജസ്റ്റേഴ്സ്, സ്പോക്കൺ വേർഡ്സ് എങ്ങനെയും ആവാം കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഒരാൾ റീഡ് ചെയ്യോ? ഷാന റീഡ് ചെയ്തോ, അത് കഴിഞ്ഞിട്ട് രേവതി ഡിസ്കഷൻ ബേസ്ഡ് റീഡ് ചെയ്തോ കേട്ടോ. റഷീദ അല്ലേ? റാഷിദ. ഓക്കെ, Lecture based communication. When the teacher introduces the lesson, when he explains, demonstrates a skill, when he talks, lectures about a theme, when he sums up a lesson. Here the teacher is always forceful. It is a one-way communication. The learner's role is to listen, perceive and assimilate. There is no communication among the students themselves. ഓക്കേടാ, ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ എന്ത് ചെയ്യും, ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും,
ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുട്ടികളോട് സംസാരിക്കും. ടീച്ചർ തന്നെയായിരിക്കും അവിടെ ലെക്ചർ ചെയ്യുന്നതും ടോക്ക് ചെയ്യുന്ന ആ തീമിനെ കുറിച്ച് ടീച്ചർ മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ദെൻ അറ്റ് ലാസ്റ്റ് ക്ലാസ്സിന്റെ വൈൻഡിങ് അപ്പിൽ എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക് സമ്മപ്പ് ചെയ്യും. ഇവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും ആരാണ്? ടീച്ചറാണ്. ദാറ്റ്സ് ഓൾവേസ് ഫോഴ്സ്ഫുൾ ആണ്. ഇറ്റ് ഇസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. തിരിച്ചു റിപ്ലൈ ഒന്നും സ്വീകരിക്കുന്നതല്ല. ലിസണേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് അവിടെ ലിസണേഴ്സ്, പേഴ്സീവ്സ്, ചില ഗ്രഹിക്കുന്ന ആൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് വിശദീകരണം ചെയ്യുക, അല്ലെങ്കിൽ അത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്ന റോള് മാത്രമേ ആർക്കുള്ളൂ, ലേണേഴ്സിനുള്ളൂ. ദർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ എമംഗ് ദി സ്റ്റുഡൻസ് ദംസെൽഫ്. കുട്ടികൾക്ക് തന്നെ പരസ്പരം എന്ത് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവസരമില്ല. അപ്പോ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലായോ? പണ്ട് നമ്മൾ പ്രേമത്തിലൊക്കെ കണ്ടില്ലേ, ജാവ സിമ്പിൾ ആണ്, ജാവ പവർഫുൾ ആണ്, അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ തിരിച്ച് റിപ്ലൈ ഒന്നും പറയാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു കാര്യത്തെ കുറിച്ച് ടീച്ചർ മാത്രമായിരിക്കും ഫുൾ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ. ക്ലാസ്സിലെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആരും തന്നെ എടുക്കും, ടീച്ചർ തന്നെയായിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. റീഡ് ചെയ്തോടെ രേവതി. Discuss-based communication. When the teacher asks questions and students give answers. When the students comment questions or raise their doubts and the teacher responds. Here the teacher is not always dominant. It is a two-way communication. There is no more student involvement and student participation. Still, there is no communication among the students themselves. ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കുട്ടികൾ അതിന് ആൻസർ പറയും, അവർ ടോപ്പിക് എടുക്കും, ആ ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ടീച്ചറും കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികളും എന്ത് ചെയ്യും, ടീച്ചറിനോട് സംസാരിക്കും. വെൻ ദ സ്റ്റുഡൻസ് comments questions or raise their doubt to and the teacher respond. കുട്ടികൾ എന്ത് ചെയ്യും, ടീച്ചറിനോട് കാര്യങ്ങൾ ചോദിക്കും, കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങൾ ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഹിയർ ദ ടീച്ചർ നോട്ട് ഓൾവേസ് ഡോമിനന്റ്. എപ്പോഴും ടീച്ചർ ആയിരിക്കില്ല ഫോഴ്സ്ഫുൾ ആവുന്നത്. കുട്ടികൾ ഡൗട്ട് നമ്മളോട് ചോദിക്കും, മിസ് എന്താ, അതെന്തുകൊണ്ടാ, ടീച്ചർക്ക് എന്തുകൊണ്ടാ ചോദിക്കുന്ന കേട്ടപ്പോ ഈ കുട്ടികളാണെങ്കിൽ ഡൗട്ട്സ് ഭയങ്കരമാണ്. എന്തുകൊണ്ടാ മിസ്സേ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ വന്നത്, എന്തോ ഒരു സംശയമാണ് കുഞ്ഞു കുട്ടികൾക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ആ ഡെവലപ്പിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നല്ലതാണ് അല്ലെ. എനിക്കും അതെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മിസ് എന്തെങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവരെ എന്ത് ചെയ്യുന്ന അതിനെ കുറിച്ച് ലേൺ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യാ, പ്രൊമോട്ട് ചെയ്യാം അല്ലെ. വീട്ടിൽ നമ്മളുടെ കുട്ടികളും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നല്ലതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നല്ലൊരു മെത്തേഡ് ഓഫ് എന്താണ് ലേണിംഗ് ആണ്. ഇറ്റ് ഈസ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ദർ ഇസ് നോ മോർ സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ്. അവിടെ സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ് എന്താണ്, നമുക്ക് പാർട്ടിസിപ്പേഷനും എല്ലാ കാര്യങ്ങളും എന്താണ്, കുട്ടികൾ തന്നെ പരസ്പരം കുട്ടികൾ തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, ആ ടോപ്പിക്കിനെ കുറിച്ച് വിശദീകരണം കാര്യങ്ങളൊക്കെ ആര് തന്നെ ചെയ്യും, കുട്ടികൾ തന്നെ ചെയ്യും. ഇപ്പൊ ഞാനൊരു ടോപ്പിക് ഇട്ട് തന്നാൽ മതി, നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യില്ലേ. ഇപ്പൊ ഞാൻ എടുക്കുന്നതിലും അടിപൊളിയായിട്ട് നിങ്ങൾ അത് എടുക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അതാണ് ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങൾ രണ്ട് ഗ്രൂപ്പ് ആക്കുകയാണ്. ഒരു ഗ്രൂപ്പിന്റെ ഹെഡ് ആരാണ്, ടീന ആൻഡ് ടീം. ജസ്റ്റ് ഒരു ഹെഡ് കൊടുക്കുന്നത് കേട്ടോ. ടീനെ അവരുടെ ഒരു ടീമായിട്ട് ഒരു ടീമിനെ ടീമിലേക്ക് സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് അനുവും ഒരു ടീം ആക്കാം. നെക്സ്റ്റ് ടീമിന്റെ ലീഡർ ആരാണ്, അനു ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ടീമായിട്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. അനുവിന്റെ ടീമിൽ ആരൊക്കെ വേണമെന്ന് അനുവിന് സെലക്ട് ചെയ്യാം. ടീനയ്ക്ക് ടീമിന്റെ ടീമിൽ ആരൊക്കെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ട് ടീമുകൾക്കും നിങ്ങൾ റെപ്രസെന്റേറ്റീവ്സ് ആണ്, നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഫുൾ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പൊ ടീനയ്ക്കും അനുവിനും ഞാൻ എന്ത് ചെയ്യും, രണ്ട് ടോപ്പിക് തരാണ്. ടീനയ്ക്ക് കൊടുക്കുന്ന ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ട്, അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ്. പക്ഷെ അനുവിന് കൊടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ്.
ഇത് ഒരു ഡിബൈറ്റ് രൂപത്തിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ തരാണെങ്കിൽ ചെയ്യോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ആക്ടിവിറ്റി ആണ് എന്ത്? ഡിബൈറ്റ്. ഡിസ്കഷൻ ബേസ്ഡ്, ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്? ഡിബൈറ്റ്, ഡിസ്കഷൻ സെഷൻ, ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനുമാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ടീം മൊബൈൽ ഫോണിന്റെ നല്ല വശങ്ങൾ മാത്രം പറയുന്നു. മൊബൈൽ ഫോണിന് ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് ടീന ആൻഡ് ടീം പറയുന്നതെങ്കിൽ അനു ആൻഡ് ടീം എന്താ പറയുന്നത്? മൊബൈൽ ഫോണിന്റെ എന്താണ് ദോഷവശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നമ്മള് പാർലമെന്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പാർലമെന്റിൽ നമ്മൾ പാർലമെന്റ് ആരെങ്കിലും സ്റ്റുഡന്റ് പാർലമെന്റിന്റെ ഒക്കെ പാർട്ടായിരുന്നോ? ഇല്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്തെ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റുഡന്റ് പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ ഒരു ഇതില് 2 വർഷം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉപജില്ലയിൽ നിന്ന് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. പാർലമെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ പാർലമെന്റിന്റെ ഒരു മിനിയേച്ചർ ആയിരുന്നു സ്റ്റുഡന്റ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു ടോപ്പിക്കിനുള്ള മറുപടി അവിടെ ഒരാൾ എന്തായിട്ടുണ്ടാവും, റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീന് ഇപ്പോ മൊബൈൽ ഫോണിന്റെ നല്ല വശങ്ങളെ കുറിച്ചിട്ട് ഒരു പോയിന്റ് പറയാണെന്ന് വിചാരിക്കും. അപ്പോ ടീനയുടെ ആ ഒരു പോയിന്റിന് എതിർത്തുകൊണ്ട് മറ്റൊരാള് എന്ത് ചെയ്യണം? ആ ഒരു നെഗറ്റീവ് വശങ്ങളെ ചൂണ്ടിക്കാണിക്കണം. സോ അടുത്തൊരാള് നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, മൊബൈൽ ഫോണിന്റെ യൂസേജ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അടുത്തൊരാൾ അതിന്റെ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഏത് ടോപ്പിക്കിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ടോപ്പിക്കിൽ നിന്ന് മാറാനായിട്ട് പാടില്ല. ലാസ്റ്റ് ഞാൻ ഇതേപോലെ MT8 ഈ ഒരു ഡിബേറ്റ് കൊടുത്തത്. ലാസ്റ്റ് എനിക്ക് തോന്നി ഇവർ 2 പേരും മൊബൈൽ ഫോണിന്റെ നല്ല വശമാണോ മോശം വശമാണോ പറയുന്നതെന്ന് എനിക്ക് തന്നെ സംശയം തോന്നി. അവർ 2 പേരും ഒരുമിച്ചായിരുന്നു. ടോപ്പിക്ക് സംസാരിച്ച് ടോപ്പിക്കിന് 2 പേരും പറയാണ് മൊബൈൽ ഫോണിന് ദോഷമുണ്ട്, അതേപോലെ തന്നെ നല്ല വശങ്ങളുണ്ട്, 2 മനസ്സിലാക്കി പെരുമാറുന്നതാണ് നല്ലതെന്ന്. പിന്നെ വേറൊരു ബാച്ചില് ഞാൻ ഈ ടോപ്പിക്ക് കൊടുത്ത സമയത്ത് ഒരു കുട്ടി നെഗറ്റീവ് ആണ് അവളെടുത്തിരിക്കുന്ന ഷെയ്ഡ്, നെഗറ്റീവ് ആണ്. അപ്പോ FT തെരഞ്ഞെടുപ്പിലാണ് കേട്ടോ. അപ്പോ നെഗറ്റീവ് മൊബൈൽ ഫോണിന്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് ആള് പറയുന്നത്, ആളുടെ ടോപ്പിക്കിനോട് 100% കമ്മിറ്റ്മെന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം അത്രയും പേര് അതിന് പോസിറ്റീവ് സൈഡ് പറഞ്ഞിട്ട് ഒരാൾ മാത്രം അയാൾ ആ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തു. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോ നമുക്ക് നോക്കാലോ, അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർഡ് ആയിട്ട് വരില്ലേ? ഞാൻ ടീം ജസ്റ്റ് നിങ്ങൾ ലീഡർ ആക്കിയെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അൺകൺവീനിയൻസ് ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അസൈൻ ചെയ്യാം. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൂ നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. ½ അവർ ആണ് നിങ്ങൾക്ക് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം കേട്ടോ. അപ്പൊ മിസ് ഗ്രൂപ്പായിട്ട് തിരിക്കും. ആ ഗ്രൂപ്പിൽ ഓരോരുത്തര് എത്ര പേര് വെച്ച് വേണമെന്നുണ്ടോ? അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുഴപ്പമില്ല. നമ്മൾ ചെറിയ ടോപ്പിക് ആണെങ്കിൽ ½ അവർ മേ ബി. കാരണം എന്താണെന്നറിയാവോ ഞാൻ ½ അവർ എന്ന് പറഞ്ഞത്? സാധാരണ ഈ ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പൊ ½ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിലെങ്കിലും വൈൻഡപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കാല്ലേ? ദോഷായാലും ഗുണായാലും ഏതെങ്കിലും ഏത് ടീമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടേതായ പോസിറ്റീവ് സൈഡ് ആണോ നെഗറ്റീവ് സൈഡ് ആണോ, നിങ്ങൾക്ക് ഏത് സൈഡ് ആയിരിക്കും കൂടുതൽ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നത് എന്നത് നോക്കിയിട്ട് എടുക്കാം. പിന്നെ നെഗറ്റീവ് സൈഡ് എടുക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സെലക്ട് ചെയ്യുന്നത് ഏത് പോസിറ്റീവ് സൈഡ് ആണോ നല്ലത്, നെഗറ്റീവ് സൈഡ് ആണോ എന്നുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. വേണ്ട സ്റ്റുഡൻസ് വർക്ക് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്, കുഞ്ഞു ഗ്രൂപ്പ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് വെൻ സ്റ്റുഡന്റ് ഡു ദ പ്രാക്ടിക്കൽ വർക്ക് ഇൻ സയൻസ് ലെസൺ ആസ് എ ടീം. ഒരു എക്സാമ്പിളാ പറയുന്നത്. നമ്മൾ സയൻസ് ലെസൺ, സയൻസിന്റെ ഒക്കെ പ്രാക്ടിക്കൽസ് ഒരു ടീമായിട്ട് ലാബിലൊക്കെ ചെയ്യില്ല. അതൊക്കെ ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. Here the communication takes place between group leader and the teacher among the group members. Group leader teachers തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഗ്രൂപ്പ് ലീഡർ ആയിരിക്കും ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്ന ടോപ്പിക് എന്റെ ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഒക്കേഴ്സ് ഇൻ സെമിനാർസിലൊക്കെ സാധാരണയായിട്ട് സംഭവിക്കുന്നത്. ഇൻ സെമിനാർസ് ഓർ ഡിസ്കഷൻ
സെഷനിലൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് ഒരു ഡിബേറ്റ് ആണ്, ഡിസ്കഷൻ സെഷൻ തന്നെയാണ്, ഒരു ഡിബേറ്റ് സെഷൻ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദ പിക്കിംഗ് ദ ഓർഡർ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് ഡിസപ്പിയർ. എന്നിട്ട് ഞാൻ ഏത് സൈഡാണെന്ന് ഞാൻ പറയാട്ടോ. ഏത് സൈഡാണ് വീക്ക് ആയിട്ടുള്ളതെങ്കിൽ ഞാൻ ആ ഒരു സൈഡിൽ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തുല്യ ശക്തികളായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ഇല്ല, ഞാനും ഒരു വ്യൂവർ ആയിട്ട് മാറി നിൽക്കും, ഒരു കാഴ്ചക്കാരി മാത്രമായിട്ട് മാറി നിൽക്കും. ഇനി ആർക്കെങ്കിലും സപ്പോർട്ട് വേണ്ട ഒരു സിറ്റുവേഷൻ വരാമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക്, ആ ഒരു സൈഡിലേക്ക് വരാം. ഓക്കെ, ഹിയർ ദ ഗ്രൂപ്പ് ഇൻക്ലൂഡിംഗ് ദ ടീച്ചർ കൺസേൺഡ് വിത്ത് എ ടോപ്പിക്. ഒരു ടോപ്പിക്കിലേക്ക് ഒരു ടോപ്പിക് നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, then next ആണ് minimum or no communication. It occurs when the student do along the experiments in science laboratory. ഒറ്റയ്ക്ക് സയൻസ് ലബോറട്ടറിയിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് there is no communication. When the students are working out some exercise or assignment on their own, അവർ സ്വയം ആ ഒരു അസൈൻമെന്റ് ചെയ്യുന്നു, നിങ്ങൾ സർവേ അല്ല അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്ന എങ്ങനെയാണ്, സ്വയം വർക്ക് ചെയ്യുന്നതാണ്, അവിടെ ഒന്നും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ വെറൈറ്റീസ് ഒന്ന് വായിച്ചു നോക്കാം, റീഡ് ചെയ്യും ഫുൾ ആയിട്ട്, വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാനൊന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തപ്പയക്കണം കേട്ടോ. എല്ലാവരും വായിച്ചോ?
ദെൻ സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷൻ, മെയിൻ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 3 രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഞങ്ങൾക്കൊരു കാര്യം ആരോട് സംസാരിക്കാനുള്ളത് ബിൻഷനോട് പറയാനുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യും, ബിൻഷയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ബിൻഷയ്ക്ക് അതിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഞാൻ കോൾ ചെയ്ത് ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ എനിക്ക് ബിൻഷനോട് മാത്രമല്ല, നിങ്ങളോട് എല്ലാവരോടും MT90 എന്ന് പറയുന്ന ബാച്ചിനോട് ഫുൾ ആയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളെങ്കിൽ മേ ബി ഞാൻ ഈ ക്ലാസ് റൂമിൽ തന്നെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു നോട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇനി മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ മൊത്തം ഹോളായിട്ട് ഹോൾ വേൾഡിനോടാണ് എനിക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പബ്ലിക് അനൗൺസ്മെന്റ് ഓർ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും കൊടുക്കും. ന്യൂസ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ റേഡിയോ ടെലിവിഷനിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ് പബ്ലിക്കിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഹോൾ വേൾഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ മോനു? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. When a communication is from a person to a particular person, it is personal communication. പേഴ്സണിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പേഴ്സണോട് മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പേഴ്സണൽ ലെറ്റേഴ്സ്, ടെലഗ്രാം, ടെലിഫോൺ മെസ്സേജ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. നമ്മുടെ വ്യക്തിനോട് മാത്രം ആ ഒരു ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അത് ഒരു കൈൻഡ് ഓഫ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പേഴ്സണൽ ലെറ്റേഴ്സ്, ടെലിഫോൺ മെസ്സേജസ്, നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത്, വാട്സപ്പ് മെസ്സേജ് അയക്കുന്നതൊക്കെ എന്താണ്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. സെർട്ടൻ കമ്മ്യൂണിക്കേഷൻ വിച്ച് ആർ നോട്ട് മെന്റ് ഫോർ എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു പർട്ടിക്കുലർ പേഴ്സണോട് മാത്രമായിരിക്കില്ല നമ്മൾ അറ്റ് ടൈം എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയട്ടെ, പാരന്റ്സ് മീറ്റിംഗിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും കണ്ടക്ട് ചെയ്യാറുണ്ട്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ പാരന്റിനോട് ടീച്ചർ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പാരന്റ്സിനോട് അറ്റ് എ ടൈം ടീച്ചറിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സെർട്ടൻ കമ്മ്യൂണിക്കേഷൻ വിച്ച് ആർ നോട്ട് മെന്റ് ഫോർ എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു പർട്ടിക്കുലർ പേഴ്സൺ മാത്രമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അറ്റ് ദ സെയിം ടൈം ദ ഇൻഫർമേഷൻ ഇസ് നോട്ട് ഫോർ എൻറ്റയർ പബ്ലിക്. എന്നിരുന്നാലും എൻറ്റയർ മൊത്തം പബ്ലിക്കിലും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോട്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. സർക്കുലേഴ്സ് അബൌട്ട് ടീച്ചേഴ്സ് മീറ്റിംഗ് ആർ സെൻഡ് ടു എവറി ക്ലാസ് റൂം. അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, അവിടെ സ്റ്റാഫ് ആരെങ്കിലും എന്ത് ചെയ്യും, മീറ്റിങ്ങിനെ കുറിച്ച്, ടീച്ചേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള സർക്കുലർ കൊണ്ടുവരും. സോ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, സൈൻ ചെയ്യും. അല്ലെ, ഇൻ എ സ്പെസിഫിക് ക്ലാസ് റൂം ദ കമ്മ്യൂണിക്കേഷൻ ഇസ് മെന്റ് ഫോർ ദ ടീച്ചേഴ്സ്, നോട്ട് ഫോർ ദ സ്റ്റുഡൻസ് ഓർ എനി അതേഴ്സ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആരോട് മാത്രമുള്ളതാണ്, ടീച്ചറോട് മാത്രമായിട്ടുള്ളതാണ്. അതെന്താണ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് നോട്ട് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ടീച്ചറോട് മാത്രമാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലല്ലോ. Because the same information is going to every teacher. എല്ലാ ടീച്ചേഴ്സിന്റെ അടുത്തേക്കും ഈ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നത്. This communication is reaching a set of peoples. Set of peoplesന് at a time എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് നമ്മൾ അറ്റ് എ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിസൈഡ് വി ക്യാൻ സേ നോട്ടീസ് ബോർഡ്, ഇൻവിറ്റേഷൻ ആൻഡ് സോ, ഇതൊക്കെ എന്താണ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അല്ലാത്ത പക്ഷം നമുക്ക് നോട്ടീസ് ബോർഡിലൊക്കെ ഇൻഫർമേഷൻ ഇട്ടാൽ മതി. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ എന്നല്ല, അല്ലാത്ത പക്ഷം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ എല്ലാവരോടും ജനറൽ പബ്ലിക്കിനോടാണ് പറയാനുള്ളെങ്കിൽ നമ്മൾ നോട്ടീസ് ബോർഡിലൊക്കെ മെസ്സേജ് ഇട്ടാലും മതി. ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് പാരന്റ്സ് മീറ്റിംഗ് ആണ്.
കുട്ടികൾക്ക് പാരന്റ്സ് മീറ്റിംഗ് നമ്മൾ പോകുമ്പോൾ ആദ്യം എന്താണ് ടീച്ചർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യം നമ്മൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ആയിരിക്കും ടീച്ചർ പറയുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടീച്ചേഴ്സിനോട് നമ്മുടെ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ്സിനെ കുറിച്ചിട്ട് പേഴ്സണലി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ദാറ്റ് ഈസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലായോ? ഓക്കെ, ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ ഒരു ഹാഫ് അവർ ഞാൻ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യൂട്ടെ ക്ലാസ്സിന്റെ. ഓക്കെ, ഹാഫ് അവർ ഓക്കെ അല്ലെ? നല്ല പോർഷൻസ് ചിലപ്പോൾ അല്ലെങ്കിൽ പെൻഡിങ് ആവും, അതുകൊണ്ട് ഹാഫ് അവർ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും കേട്ടോ. താങ്ക് യു ഓൾ. ഓ, നെക്സ്റ്റ് വീക്ക് എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് വരില്ലേ ഡിബേറ്റിന്? ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബേറ്റ് ആയിരുന്നു. എങ്ങനെയാണ് ഡിബേറ്റ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെ ഡിബേറ്റ് ആണ് കേട്ടോ ടോപ്പിക്. ഡിബേറ്റ്, വാദം പ്രതിവാദം അല്ലെ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ലിസണിങ് ദ ഹോൾ സെഷൻ. സൈൻ ഔട്ട് ആണ് ഞാൻ പറയുന്നുണ്ടോ? ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തു തന്ന അപർണ മിസ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. Thank you, Sharina, and thank you all.